മണിപ്പൂരിൽ മുഖ്യമന്ത്രി രാജിവെച്ചിട്ട് കുറച്ചു ദിവസങ്ങളായി. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ മണിപ്പൂരിൽ BJP ശരിക്കും ഇരുട്ടിൽ തപ്പുകയാണ്. അതിനിടയിൽ ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ട് അങ്ങേയറ്റം പ്രതിസന്ധിയിൽ നിൽക്കുന്ന BJP അവരുടെ മുൻ മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ രാജ്യസഭാ MP ആക്കാൻ സാധ്യതയേറിയിരിക്കുന്നു. മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം തീർത്തും പരാജയമായിരുന്നുവെന്ന് ഇതോടെ BJP സമ്മതിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മാറ്റിയതെങ്കിലും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കെ ബിരേൻ സിംഗിനെ മുൻനിർത്തി മെയ്തേയ് വിഭാഗത്തിന്റെ പിന്തുണ തേടും എന്നുള്ളൊരു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതോടെ അതില്ലാതാവുകയാണ്. അദ്ദേഹത്തെ മണിപ്പൂരിൽ തന്നെ നിർത്താൻ കഴിയാതെ ശരിക്കും നാടുകടത്തുന്നതിന് തുല്യമാണ് ഈ തീരുമാനം. സംസ്ഥാനത്ത് കണ്ടാൽ തന്നെ BJP ഗതി പിടിക്കില്ല എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബിരേൻ സിംഗിനെ രാജ്യസഭയിലേക്ക് അയക്കാനുള്ള പദ്ധതി ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ബിരേൻ സിംഗിനെ രാജ്യസഭയിലേക്ക് എങ്കിലും അയച്ചില്ല എങ്കിൽ ഭൂരിപക്ഷമുള്ള മെയ്തേയ് വിഭാഗക്കാർ പ്രശ്നം സൃഷ്ടിക്കും എന്നുള്ളത് ഉറപ്പാണ്. മുഴുവൻ മെയ്തേയ് വിഭാഗക്കാരും പ്രശ്നങ്ങൾക്ക് പിന്തുണ നൽകുന്നില്ലെങ്കിലും അതിലെ അക്രമകാരികൾ ഇപ്പോഴും ബിരേൻ സിംഗിന് വേണ്ടി പലയിടങ്ങളിലും അനുകൂല പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇത്രയും കാലം അരുംകൊല കൂട്ടുനിന്ന മുഖ്യമന്ത്രിയെ ഭൂരിപക്ഷ സമുദായങ്ങൾ സംരക്ഷണം നൽകുന്നു എന്നുള്ളൊരു അഭ്യൂഹമുണ്ട്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള 2 വർഷത്തോളമായി നടക്കുന്ന മണിപ്പൂരിലെ കലാപങ്ങൾക്ക് മുഴുവൻ ഇരയായത് ആദ്യം കൂക്കി വിഭാഗക്കാർ എന്ന ന്യൂനപക്ഷ വിഭാഗവും അതുപോലെ പ്രശ്നങ്ങൾ തുടങ്ങിയതും ഭൂരിപക്ഷ വിഭാഗമായ മെയ്തേയ് വിഭാഗവുമാണ്. പക്ഷേ അവസാനം ഇരു സമുദായത്തിനും കൈവിട്ട നിലയിൽ മണിപ്പൂർ മാറുകയും ഇപ്പോൾ ഇരുഭാഗത്തു നിന്നും വലിയ ആളപായവും അതുപോലെ ആൾ നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് മണിപ്പൂർ 2 സമുദായങ്ങളെയും പിന്തുണയ്ക്കാതെ ഇപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ സമുദായം എന്നുള്ള നിലയിൽ മെയ്തേയ് വിഭാഗത്തിന്റെ എല്ലാ തോന്നിയവാസങ്ങൾക്കും ജനങ്ങൾ കൂട്ടുനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മണിപ്പൂരിൽ കോൺഗ്രസ് 2 ലോക്സഭാ സീറ്റുകളിലും ആകെയുള്ള 2 സീറ്റുകൾ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ലോക്സഭയിലേക്ക് MP-മാരെ അയക്കാൻ കഴിയുകയും ചെയ്തത്. ഇത് തന്നെയാണ് ഇപ്പോൾ മണിപ്പൂരിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. അതുകൊണ്ട് തന്നെ ത്രിപുര മുഖ്യമന്ത്രിയായിരുന്ന വിപ്ലവ് കുമാർ ദേവിനെ ആ സംസ്ഥാനം വേണ്ട എന്ന് വെച്ചപ്പോൾ ഇത്രയും വലിയ കലാപങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിലും വിപ്ലവ് കുമാറിന്റെ ഭരണം ശരിയല്ല എന്ന് കണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയതിന് തൊട്ടു പിന്നാലെ രാജ്യസഭയിലേക്ക് അയച്ച് മാതൃക കാണിച്ച BJP അതേ തരത്തിലുള്ള ഒരു മാതൃകയാണ് മണിപ്പൂരിലും നടപ്പിലാക്കുന്നതാണ് അവരുടെ ഉദ്ദേശം എന്നാണ് വ്യക്തമാകുന്നത്. കാലാവധി പൂർത്തിയാകുന്നതിന് 1 വർഷം മുമ്പായിരുന്നു വിപ്ലവ് കുമാർ ത്രിപുരയിൽ രാജിവെക്കേണ്ടി വന്നത്. അത് തന്നെയാണ് ഇപ്പോൾ മണിപ്പൂരിലും നടക്കാൻ സാധ്യത എന്നാണ് അറിയുന്നത്. US സന്ദർശനം കഴിഞ്ഞ് ഡൽഹിയിലെത്തിയ പ്രധാനമന്ത്രി മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വിശകലനം ചെയ്തതായി BJP നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2 വർഷത്തോളമായി മണിപ്പൂർ കലാപം നടക്കുന്നയിടത്തേക്ക് പോകാൻ കഴിയാത്ത നരേന്ദ്രമോദി സ്വയം വരുത്തി വച്ചതാണ് ഇത്രയും വലിയ ഒരു തോൽവി എന്ന് പറയുന്നത്. സ്വന്തം മുഖ്യമന്ത്രിയെ രായ്ക്ക് രാമാനം പിൻവലിച്ച് നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാൻ BJPക്ക് അവസരമുണ്ടാക്കിയത് തന്നെ BJPയുടെ നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയുടെ കഴിവില്ലായ്മ തന്നെയാണെന്ന് വ്യക്തമാകുന്നു. ഇപ്പോൾ 2 വർഷമാകുമ്പോൾ വന്ന് മണിപ്പൂരിന്റെ സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തുമ്പോഴേക്കും സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അതൊക്കെ കൊണ്ട് തന്നെയാണ് മണിപ്പൂരിനെ ഈ കലാപഭൂമിയാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ നാട്ടിൽ നിർത്താതെ ഡൽഹിയിലേക്ക് നാട് കടത്തുന്നത് എന്നുള്ളത് വ്യക്തമാകുന്നത്. മണിപ്പൂർ BJPയിലെ മുതിർന്ന നേതാക്കൾ അടുത്ത ദിവസം ഡൽഹിക്ക് പോവുകയും ഇതിൽ തീരുമാനമെടുക്കുകയും ചെയ്യും എന്നാണ് BJP കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന സൂചന.